കോഴിക്കോട് കൊടുവള്ളിയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം തട്ടിയ കേസിലെ മുഖ്യപ്രതി സിനോയി പിടിയിൽ. 2 പ്രതികൾ കൂടി പിടിയിലായിട്ടുണ്ട്. ഭോപ്പാലിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കവർന്ന സ്വർണം പ്രതികൾ മണാലിയിലെത്തി ധൂർത്തടിച്ചതായി പോലീസ് പറയുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇത് കുറച്ച് നാൾ മുൻപേ നടന്ന സംഭവമാണ്. ഇപ്പോൾ പ്രതികൾ പിടിയിലായെന്ന് അറിയാൻ സാധിക്കുന്നു. ഭോപ്പാലിൽ നിന്ന് ഈ കൂടെ പിടിയിലായവരുടെ പങ്കാളിത്തം എന്താണ് ഈ കുറ്റകൃത്യത്തിൽ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, ഏറെ ദുഷ്കരമായ ദൗത്യത്തിനൊടുവിൽ സാഹസികമായാണ് ഈ 3 പേരെ മധ്യപ്രദേശിലെ ഭോപ്പാലിലെത്തി കൊടുവള്ളി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ നവംബർ 27-ന് നടന്ന സംഭവമാണിത്. അന്ന് ഈ സ്വർണ്ണക്കടയിലെ ഉടമയായ ഇദ്ദേഹം, ഈ ബൈജു, വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഒരു സംഘം എത്തി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന 2 കിലോയോളം സ്വർണം കവർന്നത്. ഈ സംഭവമെല്ലാം ആസൂത്രണം ചെയ്ത രമേശ് എന്നയാൾ ഉൾപ്പെടെ 5 പേരെ പോലീസ് നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതാണ് ഈ സിനോയി ഉൾപ്പെടെയുള്ളവർ. ഈ സിനോയി ഈ സംഭവത്തിന് ശേഷം തൃശ്ശൂരിലേക്ക് കടക്കുന്നു. അവിടെ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഈ സ്വർണം അയാൾ വിൽക്കുന്നു. ശേഷം അയാൾക്കൊപ്പം അനൂപ്, അഭിലാഷ് എന്നിവർ ചേർന്ന് ഇവർ 3 പേരും ഒപ്പം ഡൽഹിയിലേക്ക് കടക്കുകയാണ്. അവിടെ വെച്ച് ഇവർ പിന്നീട് മണാലിയിലേക്ക് പോകുന്നു. കൈവശമുണ്ടായിരുന്ന പണം ഉപയോഗിച്ച് മണാലിയിൽ അവർ ചില യാത്രകളൊക്കെ നടത്തുന്നു. പണമൊക്കെ ധൂർത്തടിച്ചു കളഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ കൊടുവള്ളി പോലീസിന് ഇവർ അവിടെയുണ്ടെന്ന വിവരം ലഭിച്ച് പോലീസ് അവിടേക്ക് എത്തുമ്പോഴേക്കും പോലീസ് വരുന്നത് മണത്തറിഞ്ഞ ഇവർ അവിടെ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് വരുന്നു. ഡൽഹിയിലെത്തിയ ശേഷമാണ് പിന്നാലെ പോലീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഇവർ ഭോപ്പാലിലേക്ക് കടക്കുന്നത്. തുടർന്ന് ഭോപ്പാലിലെത്തിയാണ് കഴിഞ്ഞ ദിവസം കൊടുവള്ളി പോലീസ് ഇവരെ പിടികൂടിയത്. ഏതായാലും ഈ സംഭവത്തിലെ മുഖ്യ പ്രതിയാണ് സിനോയി. ഇതിൽ ഈ സിനോയിക്ക് എല്ലാ സഹായങ്ങളും നൽകിയതാണ് അനൂപ്, അഭിലാഷ് എന്നിവർ. അല്പസമയം മുൻപാണ് ഈ പ്രതികളുമായി കൊടുവള്ളി പോലീസ് തിരികെ ഈ കൊടുവള്ളിയിലേക്ക് എത്തിയത്. എന്തായാലും കവർന്ന സ്വർണം മുഴുവൻ മണാലിയിൽ കൊണ്ടുപോയി ധൂർത്തടിക്കുകയായിരുന്നു പ്രതികളല്ലേ. സ്വർണത്തിനൊക്കെ എന്താ വില? ആ സമയത്താണ് അവരുടെ ഒരു ധൂർത്തടി.